നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ 5:39 പാകിസ്ഥാനെ നടുക്കിക്കൊണ്ട് വടക്കൻ പ്രദേശങ്ങളിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിലെ 36.10 വടക്കൻ അക്ഷാംശത്തിലും 71.26 കിഴക്കൻ രേഖാംശത്തിലുമാണ്. 25 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ പ്രഭവ കേന്ദ്രം. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാനിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കടുത്താണ് ഭൂകമ്പം. NCS പ്രകാരം ഇന്ത്യൻ സമയം പുലർച്ചെ 5:39 പാകിസ്ഥാനിൽ 25 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂകമ്പം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഉടൻ തന്നെ റിപ്പോർട്ടുകളില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ നാശനഷ്ടവും ആളപായം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ മനഃപൂർവ്വം പാകിസ്ഥാൻ ഇത് മറച്ചുവെക്കുന്നുണ്ടാകുമോ എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി തന്നെ യുറേഷ്യൻ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഖൈബർ പക്തുഗൺ, അതുപോലെ തന്നെ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ ഇറാനിയൻ പീഠഭൂമിയിലെ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ പ്രവിശ്യകൾ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യൻ പ്ലേറ്റിന്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശത്ത് ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പപരമായി സജീവമായ രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. നിരവധി പ്രധാന ഫ്ലോട്ടുകൾ അതിനെ മറികടക്കുന്നുമുണ്ട്. ആഴത്തിലുള്ള ഭൂകമ്പങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ സാധാരണയായി കൂടുതൽ അപകടകരമാണ്. കാരണം ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ നിറഞ്ഞ ഭൂകമ്പ തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവാണ്. ഇത് ശക്തമായ ഭൂകമ്പത്തിനും ഘടനകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും കാരണം ആവുകയാണ്.